എല്ലാവർക്കും സ്വാഗതം. 2 ദിവസം രേണുവിനെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. കിച്ചു ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ആ വീട്ടിലേക്ക് വന്നത്. അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ അവനൊരു വ്ളോഗായിട്ട് അവൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടു. അതായത് 12 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ 1000 2000 ഒന്നുമല്ല, അതിൽ കൂടുതൽ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. കുറച്ചെണ്ണം മാത്രം കിച്ചു റിപ്ലൈ ചെയ്തിട്ടുണ്ട്, അതായത് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ആ കമൻറ്റുകളെല്ലാം വായിച്ചപ്പോൾ വളരെയേറെ വിഷമം തോന്നി. അവൻ്റെ മുഖം കാണുമ്പോഴും വല്ലാതെ വിഷമം തോന്നി. പക്ഷേ രേണുവിന് ഇതൊന്നും ഒരു സഹതാപവുമില്ല. ഈ വ്ളോഗ് അവൻ ഇട്ടതിന് ശേഷം വീട് പണിത് കൊടുത്ത ഫിറോസ് പറയുന്നത്, എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഫിറോസിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉപഹാരം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയിട്ട് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. ഒരു വീടെന്ന സ്വപ്നം. സുധി എന്ന കലാകാരൻ മരിച്ചതുകൊണ്ടും അവർക്ക് വേറെ വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ സുധിയുടെ മക്കൾക്ക് ഒരു വീട് എന്ന ആശയവുമായാണ് ഫിറോസ് വീടുണ്ടാക്കി കൊടുക്കുന്നത്. ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെയും ബാക്കി തികയാത്ത പണം ഫിറോസിൻ്റെ കയ്യിൽ നിന്നെടുത്തുമാണ് വീടുണ്ടാക്കിയത്. ഒരു വീട്ടിൽ എന്തൊക്കെ വേണം, കിച്ചണിൽ വരെ ഫാൻ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരാളാണ് ഫിറോസ്. അദ്ദേഹത്തിനെ ഏറെ വേദനിപ്പിച്ചതും അതൊക്കെ തന്നെയാണ്. ഇനി ഒരാൾക്കും വീട് വെച്ച് കൊടുക്കുന്നത് സഹായത്തിനായിട്ട് മുന്നോട്ട് വരില്ല എന്നും ഇനി ആരും അതിനുവേണ്ടി മെസ്സേജ് ഇടണ്ട എന്നുമാണ് ഫിറോസ് പറഞ്ഞിരിക്കുന്നത്. ഒരു വീട് ഉണ്ടാക്കിയെടുക്കാൻ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം കൊണ്ടോ നടക്കാത്ത പലർക്കും ഫിറോസ് ഇത് സാധിപ്പിച്ചു കൊടുത്തിരുന്നു. രേണുവിൻ്റെ ഈ നന്ദിയില്ലാത്ത ഓരോ വാക്കുകൾ ആണ് അദ്ദേഹത്തെ അത്രയേറെ വേദനിപ്പിച്ചിട്ടുണ്ടാവുക. കിച്ചു വല്ലപ്പോഴും മാത്രമാണ് അവിടെ പോകുന്നത്. കിച്ചു പഠിക്കുന്നത് കൊല്ലത്താണ്. അവൻ ഋതപ്പനെ കാണാൻ പോയി. അവിടെയൊക്കെ അന്ന് വ്ളോഗ് എടുത്തു. വ്ളോഗ് കണ്ടപ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും പിന്നീടാണ് അറിഞ്ഞത് മനഃപൂർവ്വം അവൻ അവിടെ പോയി വ്ളോഗ് എടുക്കുകയും ഈ വ്ളോഗാണ് രേണുവിൻ്റെ വായടപ്പിച്ചത്. ഇപ്പം എങ്ങനെയുണ്ട് രേണു? അതുലിനെതിരെ കേസ് കൊടുത്തു. അതുൽ എന്നിട്ട് എന്തായി? സ്റ്റേഷനിൽ വന്നപ്പം പിന്നെ അതുലിനെ പരിഹസിക്കലായി, അതുലിനെ ചീത്ത വിളിക്കലായി. ഇതെല്ലാം കണ്ട് ആ കുഞ്ഞു മനസ്സ് വേദനിച്ചിട്ടുണ്ടാകും. അവൻ അച്ഛനുമില്ല അമ്മയുമില്ല, ഋതപ്പന് അമ്മയെങ്കിലും ഉണ്ട്. ഇനി അതും നഷ്ടപ്പെടാതെ നോക്കേണ്ടത് രേണുവിൻ്റെ കടമയാണ്. ഇത്തരം കുട്ടിയുടുപ്പ് ഇട്ട് നടക്കേണ്ട പ്രായത്തിൽ നിനക്ക് ചിലപ്പോൾ അത് കിട്ടിക്കാണൂല. അതുകൊണ്ടായിരിക്കും ഇതൊക്കെ കാണുമ്പം ആർത്തി മൂത്ത് ഭ്രാന്താവുക എന്ന് പറയുന്നുണ്ട്. തെക്കൻ സിനിമയിൽ ജഗതി പറയുന്നുണ്ട് രേവതിയുടെ വിശപ്പിനെ പറ്റി, ആർത്തി മൂത്ത് ഭ്രാന്തായതാവുന്നു. ആർത്തി കൊണ്ട് രേണുവിന് മാനസിക നില തെറ്റിയതാണോ? അതായത് എന്ത് പറയണം, എങ്ങനെ പറയണം, ആരോട് എപ്പോൾ പറയണമെന്നറിയാത്ത ഒരവസ്ഥയിലായി രേണു. അതുകൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നത് മറ്റുള്ളവർക്കുള്ളൊരു സഹായം കൂടിയാണ്. ഫിറോസ് എന്ന വ്യക്തി മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നാണ് ഇനി പറഞ്ഞത്. ഇനി ആരും ഇതിനു വേണ്ടി മെസ്സേജ് അയക്കേണ്ട എന്ന്. നടച്ചിരുട്ടാക്കുക എന്ന് പറയാവുന്ന പോലെ, ഒന്നും കാണാത്ത പോലെ, ഒന്നും അറിയാത്ത പോലെ സുധിയുടെ മകനിരുന്നു പ്രതികരിക്കാൻ തുടങ്ങി. അവൻ പ്രതികരിക്കും, ഇനിയും പ്രതികരിക്കും. അതിനുള്ള വഴി രേണു ആയിട്ടുണ്ടാക്കരുത്. അവൻ ഋതപ്പനെ പോലെ 5 വയസ്സല്ല, അവൻ 20 വയസ്സാണെന്ന് ഓർക്കണം. രാഹുൽ ഇനി പോകുമ്പോൾ അച്ഛൻ്റെ ട്രോഫികളെല്ലാം എടുത്തിട്ട്, കൊല്ലത്തെ വീട്ടിലല്ലേ കിച്ചു താമസിക്കുന്നത് ഇപ്പോൾ, കിച്ചു എവിടെയാണോ അവിടെ കിച്ചുവിൻ്റെ അച്ഛൻ സുധിയുടെ ട്രോഫികൾ കൊണ്ടുപോയി വെക്കുക. പഴന്തുണിയിൽ കെട്ടിവെക്കേണ്ട സാധനമല്ല അത്. അതിൻ്റെ വില രേണുവിനറിയില്ല മോനെ. അതുകൊണ്ട് മോനത് നല്ല രീതിയിൽ എടുത്തു വെക്കണം, മോനത് സൂക്ഷിക്കണം. അത്രയാണ് പറയാനുള്ളത്. രേണുവിൻ്റെ പുറകെ നടന്ന് വീഡിയോ ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അസഭ്യ വാക്കുകളൊക്കെ നമുക്ക് കമൻറ്റിലൂടെ കിട്ടിയിരുന്നു. ഇപ്പോൾ ആ പറഞ്ഞവർ വരെ തിരുത്തി പറയാൻ തുടങ്ങി. ഇതുവരെ രേണുവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ്. ആ രേണു ഇപ്പോൾ ഇങ്ങനെ ചെയ്തത് കണ്ടപ്പോൾ, ഒരു കലാകാരിയാണെങ്കിൽ രേണു ഒരിക്കലും ഇത് ചെയ്യില്ല. പ്രായങ്ങൾ കാട്ടിക്കൂട്ടി എന്താ
കാറിലൊക്കെ അങ്ങോട്ട് കയറി ഇരുന്ന് ബെൽറ്റ് ഇട്ട് പോകുന്ന പോക്ക് കണ്ട വേറെ ആരും കാറ് കണ്ടിട്ടില്ല. ഓ രേണു, നീ മാത്രമല്ല, ഈ ഇൻഡസ്ട്രിയിൽ നിന്നേക്കാൾ ഒരുപാട് വിലമതിപ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നില്ലെന്ന് എന്നെക്കുറിച്ചൊന്ന് വിചാരിച്ചതാ. സുധിയുടെ മകൻ്റെ മുഖം കണ്ടപ്പോഴുള്ള വീണ്ടും വീഡിയോ ചെയ്ത് ആ കുഞ്ഞിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നുള്ളതാണ് പറയാനുള്ളത്. രാഹുലിൻ്റെ അനിയനെ കൂട്ടിക്കൊണ്ടു പോയി ഹോട്ടലിൽ കയറി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, അവർ ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു. ഇതെല്ലാം കാണുമ്പോഴുണ്ടല്ലോ, ഒരച്ഛൻ മകനോട് കാണിക്കുന്ന സ്നേഹമാണ് അവിടെ രാഹുലിൽ നിന്നും ഋതപ്പന് കിട്ടിയിരിക്കുന്നത്. ആ കുട്ടി തന്നെ വല്ലാത്ത ഒരു സന്തോഷമായിരുന്നു ആ കുഞ്ഞിൻ്റെ മുഖത്ത് തന്നെ. രേണുവിൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും മക്കളും കൂടി അവിടെ കിടന്നങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പയ്യൻ്റെ അടുത്ത് ആരും സംസാരിക്കുന്നതായിട്ടൊന്നും കണ്ടില്ല ആ വ്ളോഗിൽ. ഇതിലെ കടന്നു പോകുന്ന ആരോ ഒരാൾ വീട്ടിൽ കയറി ചെന്നതിൻ്റെ ഒരു ഭാവമായിരുന്നു. ഉമ്മറത്ത് കസേരയിൽ ഇരിക്കുന്നെന്ന് കണ്ടു ഒരാളെ. അത് രേണുവിൻ്റെ അച്ഛനായിരിക്കാം. സുധിയുടെ മൂത്ത മകനുള്ള വേദനയൊന്നും നിങ്ങൾക്ക് ആർക്കും തന്നെ ഉണ്ടാവില്ലല്ലോ. മറ്റേ കുഞ്ഞും കൂടെ വലുതായി വരട്ടെ. എവിടെ ചെന്ന് അവസാനിക്കും ഇതെന്ന് കാണാൻ നമുക്ക്.